ഞാൻ ഇലക്ഷൻ്റെ കാര്യം തന്നെ ചോദിക്കുന്നു. ഇവിടെ കേരളത്തിൽ ഈ താഴെത്തട്ടിലുള്ള ഇപ്പം ഇത്ര സമയമായി തുടക്കത്തിൽ വന്നപ്പോൾ ക്യാമ്പയിനിങ് തുടങ്ങിയപ്പം താഴെത്തട്ടിലുള്ള അണികളെയൊക്കെ അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയിരുന്നു. ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു അങ്ങനെ ഒരു തോന്നല എവിടെയെങ്കിലും പാർട്ടിന്റെ അങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു അവർക്ക്? ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഫീലിംഗ് ഒന്നും കിട്ടിയില്ല. ബിക്കോസ് ഒന്ന്, ഞാൻ വളരെ അപ്രോച്ചബിൾ ആണ്. എനിക്ക് അങ്ങനെ ഒരു ഡെലൂഷൻ ഒന്നുമില്ല, ഞാൻ വലിയൊരു ആളാണെന്നോ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ BJP-യിൽ കാര്യകർത്ത എന്ന് പറഞ്ഞില്ലേ, പ്രവർത്തിക്കുന്ന അവരെയെല്ലാം ഞങ്ങൾ ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ആ സിസ്റ്റമിൽ അങ്ങനെയാണ്. ഞങ്ങളുടെ പ്രധാനമന്ത്രി ചിലപ്പോൾ എല്ലാം TV-യിലെല്ലാം കാണല്ലോ, അദ്ദേഹം അവര് വീട്ടിൽ പോവും, അവരെ വളരെ റെസ്പെക്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ പാർട്ടി ഒരു ടോപ്പ് ഡൗൺ പാർട്ടി അല്ല. നമ്മുടെ പാർട്ടി ശരിക്കും പറയുകയാണെങ്കിൽ BJP ഒരു ബോട്ടം അപ്പ് പാർട്ടിയാണ്. അപ്പൊ പ്രവർത്തിക്കുന്ന ജനങ്ങളാണ് ശരിക്കും ഞങ്ങൾ റോക്ക്. അപ്പൊ അങ്ങനെ അവരെ കോൺഫിഡൻസിലെടുത്ത് മനസ്സിലാക്കി ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് എൻ്റെ ക്യാമ്പയിൻ സ്ട്രാറ്റജി, വേഗം അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു ഡിഫിക്കൽട്ടിയും ഞാൻ ഫേസ് ചെയ്തില്ല. നമ്മൾ എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ മുമ്പ് കുമ്മനം രാജശേഖരനുമായിട്ട് നമ്മൾ ഒരു ഇന്റർവ്യൂ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ വളരെ പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. ആരായിരിക്കും എന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാതിരുന്നൊരു ടൈമാണ്. ഞാൻ അതും കൂടെ ചേർത്തിട്ടാണ് ചോദിച്ചത്, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇല്ല. ഞാൻ കേരളത്തിനെ പറ്റി ആദ്യം എന്നോട് ചോദിച്ചത് പ്രൈം മിനിസ്റ്റർ എന്നോട് ചോദിച്ചു ജാനുവരിയിൽ, രാജീവിന് ഇങ്ങനെ ലോക്സഭ മത്സരിക്കാൻ താല്പര്യമുണ്ട്, എവിടെ മത്സരിക്കണം. അപ്പൊ അന്നെല്ലാം മനോരമയിലും മാതൃഭൂമിയിലും പേപ്പറിലെല്ലാം ഇങ്ങനെ ആർട്ടിക്കിൾസ് ആയിരുന്നു. നിർമ്മല സീതാരാമൻ ടു ട്രിവാൻഡ്രം, ജയശങ്കർ ടു ട്രിവാൻഡ്രം. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ആർട്ടിക്കിളിൽ അവർ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ട്രിവാൻഡ്രം പോകുന്നുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ജാനുവരി ഒരു 16 17 അങ്ങനെ ഡേറ്റ് ആയിരുന്നു, റിപ്പബ്ലിക് ഡേന് മുമ്പായിരുന്നു. പ്രൈം മിനിസ്റ്ററിന് വേറെ ഏതോ മീറ്റിംഗ് ആയിരുന്നു. പ്രൈം മിനിസ്റ്ററിന് ചോദിച്ചു എന്നോട് എവിടെയാ മത്സരിക്കാൻ താല്പര്യം. അപ്പൊ ഞാൻ അന്ന് ഇതെല്ലാം മനസ്സിലുണ്ടായിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കേരള നാടിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കിട്ടിയ എനിക്കൊരു അഭിമാനമുണ്ടോ, സന്തോഷമുണ്ടോ, ഫാമിലിക്ക് ഭയങ്കര പ്രൈഡും ഉണ്ടോ. ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം സ്മൈൽ തന്നു, നോട്ട് ചെയ്തു. എന്നിട്ട് ഫെബ്രുവരി എൻഡിൽ എന്നെ വിളിച്ചു, പറഞ്ഞു ശരി സ്റ്റാർട്ട് പ്രിപ്പയറിങ്, ബട്ട് ചാലഞ്ചിങ് ആയിരിക്കും, സ്റ്റാർട്ട് പ്രിപ്പയറിങ്. അങ്ങനെയാണ് ശരിക്കും പറയണെങ്കിൽ എന്റെ കഥ. അതന്നെ, ബിക്കോസ് എനിക്ക് ലോക്സഭ എന്ന് പറഞ്ഞാൽ എപ്പോഴും കേരളയിൽ മത്സരിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കത് എനിക്കിങ്ങനെ അങ്ങനെ അവസരം കിട്ടുന്ന എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല തരുന്നു. ബട്ട് അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരം. ഞാൻ ജമ്പ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഫെബ്രുവരിയിൽ പ്രൈം മിനിസ്റ്റർ എന്നോട് പറഞ്ഞു ചാലഞ്ചിങ് അല്ലേ. ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഒരു സാധനം വിത്തൗട്ട് ചാലഞ്ചസ് വന്നിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ചാലഞ്ചിങ് ആണ്. എൻ്റെ ഓൺട്രപ്രണറിയൽ കരിയർ, എൻ്റെ US-ലെ ഇന്റലിൻ്റെ കരിയർ, എല്ലായിടത്തും ഞാൻ ചാലഞ്ചസിന് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചാലഞ്ച് ആയിരിക്കും, യെസ്, ബട്ട് ഞാൻ അത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു.